5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ ഇവിടുത്തെ ഒരു പെൺകുട്ടി വിളിക്കുകയായിരുന്നു. അങ്ങനെ കുട്ടികളെ കണ്ടോ ചോദിച്ചു. കടയിലേക്ക് എങ്ങനെ വരുന്നത് കണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ കണ്ടില്ല, അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ നോക്കുന്നൊക്കെ പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ കരഞ്ഞിട്ട് വിളിക്കണം എന്നെ. അപ്പോൾ പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ നമുക്ക് 2 കുട്ടികളെ അപ്പോഴേക്കും ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. ആൺകുട്ടികളെ 2 പെൺകുട്ടിയെ കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ തപ്പിയപ്പോൾ ചേറിൽ താന്ന് കിടക്കുന്ന രീതിയിൽ കിട്ടുമായിരുന്നു. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 5 മണിയോട് കൂടിയാണ് ഏറെ ദാരുണമായ സംഭവം നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തുടിക്കോട് മേഖലയിലാണ്. ഇവിടെ എനിക്ക് പിറകിൽ കാണുന്ന ഈ ചിറയിലാണ് 3 കുട്ടികൾക്ക് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയാണ് ഈ 3 കുട്ടികളെയും കാണാതായത്. ഇതോടെ നാട്ടുകാരും ഒക്കെ ഇവിടെ ചേർന്ന് പരിശോധന നടത്തിയപ്പോൾ ഈ കാണുന്ന ചിറയിൽ സമീപത്തായി കുട്ടികളുടെ ചെരുപ്പ് കണ്ടെത്തുകയായിരുന്നു. ചെരുപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് സംശയം തോന്നിയതോടെ ആളുകൾ ഇവിടെ നടത്തിയ പരിശോധനയിൽ ഒരു ഭാഗത്തുനിന്നും 3 കുട്ടികളെയും മുങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആദ്യം പ്രദീപിനെയും പ്രതീഷിനെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും രാധികയെ കല്ലടിക്കോടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. പക്ഷേ ഈ 3 പേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. രാത്രി 3 പേരുടെയും മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചത്. പിന്നീട് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ രാത്രി തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഏതാണ്ട് 9 മണിയോട് കൂടി കുട്ടികളുടെ മൃതദേഹങ്ങൾ കുടുംബത്തിന് വിട്ടു നൽകും. തുടർന്ന് പോസ്റ്റ്മോർട്ടം തുടർന്ന് ഇവിടെ പൊതുദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളുണ്ട്. അതിനുശേഷം വീട്ടിൽ കൊണ്ടുവന്നായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുകയും ചെയ്യുക. ഏതായാലും ഇവിടെ പ്രദേശവാസി കൂടിയായ വ്യക്തി നമുക്കൊപ്പമുണ്ട്. ഇദ്ദേഹമാണ് ഈ ഒരു സമയത്ത് ഇവിടെ പരിശോധനയ്ക്ക് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത്. എന്താ ഇന്നലെ സംഭവിച്ചത് ശരിക്കും? ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ ഇവിടുത്തെ ഒരു പെൺകുട്ടി വിളിക്കുകയായിരുന്നു. അങ്ങനെ കുട്ടികളെ കണ്ടോ ചോദിച്ചു. കടയിലേക്ക് എങ്ങനെ വരുന്നത് കണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ കണ്ടില്ല, അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ നോക്കുന്നൊക്കെ പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ കരഞ്ഞിട്ട് വിളിക്കണം എന്നെ. അപ്പോൾ പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ നമുക്ക് 2 കുട്ടികളെ അപ്പോഴേക്കും ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. ആൺകുട്ടികളെ 2 പെൺകുട്ടിയെ കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ തപ്പിയപ്പോൾ ചേറിൽ താന്ന് കിടക്കുന്ന രീതിയിൽ കിട്ടുമായിരുന്നു. അത് ഇവിടെ കുട്ടികൾ പൊതുവെ കളിക്കുന്ന ഒരു പ്രദേശമാണ്, കളിക്കുന്ന സ്ഥലമൊക്കെയാണ്. പക്ഷെ അവർക്ക് അത്ര അറിയുകയൊക്കെ ചെയ്യും. ആദ്യം ഇങ്ങനെ ഇല്ലായിരുന്നു. അവർ ഇത്ര വലുതാക്കിയിട്ട് പിന്നെ അവർക്ക് അത്ര ചെറിയ കുട്ടികളല്ലേ, ആദ്യം ചെറിയൊരു ഇത് മാത്രമേ. അപ്പോൾ കുഴപ്പമില്ലാത്തായിരുന്നു. ഇത്രയും വലിയ ഇതാക്കി ആയാലും അവർക്ക് അത്ര അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ സമയത്ത് ആരും മുതിർന്നവരാരും ഇല്ലായിരുന്നു? ഇല്ല. അവരൊരു ഉച്ച മുതലേ കുട്ടികളെ അന്വേഷിക്കേണ്ട. അത്ര ഉച്ച കഴിഞ്ഞപ്പോൾ 3 മണിയൊക്കെ ആകുമ്പോൾ കുട്ടികളെ തിരയുണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ പോയതാണ്, കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരയുണ്ടായിരുന്നു. പക്ഷെ അവർ വല്ല കടയ്ക്ക് പോയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഇതില് പ്രകാശനല്ലേ സുഖമില്ലാതെ ആശുപത്രിയിലുള്ള സമയത്തല്ലേ? ആ 2 ആൺകുട്ടികളുടെ അച്ഛനാണ്. അത്തരത്തിലൊരു ഉദാഹരണമായ ഒരു സംഭവം കൂടിയുണ്ട്. അതായത് മരിച്ച പ്രദീപിന്റെയും പ്രതീഷിന്റെയും പിതാവ് പ്രകാശൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ കുറേ ദിവസമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഈ സമയത്താണ് ഈ കുട്ടികൾക്ക് മരണം സംഭവിച്ച് ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത്. ആദ്യഘട്ടത്തിൽ പ്രകാശനെ വിവരം അറിയിച്ചിരുന്നില്ലെങ്കിലും പിന്നീട് മോർച്ചറിയിലേക്ക് ആളുകളൊക്കെ പോകുന്നത് കണ്ട് പ്രകാശൻ സത്യം തിരിച്ചറിയുകയായിരുന്നു. വലിയ ഒരു ഞെട്ടലിലാണ് ഈ നാട് മുഴുവനുമുള്ളത്. പ്രത്യേകിച്ചും ഇവരുടെ കൺമുൻപിൽ എപ്പോഴും ഉണ്ടാകുന്ന കുട്ടികളാണ്. പക്ഷേ ആ സമയത്ത് കുട്ടികൾ കളിക്കാൻ പോയപ്പോൾ മുതിർന്നവരാരും തന്നെ ഉണ്ടായില്ല. ഈ കുട്ടികൾ ഇങ്ങോട്ട് പോവുകയും ഈ ഒരു അപകടം സംഭവിക്കുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും ഉച്ചയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കും. വലിയ ദുഃഖത്തിലാണ് ഈ നാട് മുഴുവനുമുള്ളത്. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 പാലക്കാട്.